ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു 10-12 ദിവസമായി നമ്മൾ ശരിക്കും ഒരു വ്ളോഗൊക്കെ ആയിട്ട് വന്നത്. ലാസ്റ്റ് തോമുൻ്റെ ആനുവൽ ഡേയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ ഞാൻ ആ വഴിയേ അങ്ങ് പോയി എന്ന് പറയുന്നതാണ് സത്യം കേട്ടോ. പിന്നെ പിള്ളേർക്ക് അവധിയും കാര്യങ്ങളുമായി നല്ല തിരക്കായിട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഡിവൈൻ എന്താ വീഡിയോസ് ഇടാത്ത, ഓക്കെ അല്ലേ? ഈ 2-3 ദിവസമായിട്ട് എനിക്ക് നല്ല പനിയും, 2-3 ദിവസമല്ല ശരിക്കും ലാസ്റ്റ് വെനസ്ഡേ ട്യൂസ്ഡേ തൊട്ട് എനിക്ക് നല്ല കോൾഡും കഫായിട്ടൊക്കെ ഇരിക്കുകയാണ്. പനിയില്ലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും പതുക്കെ പനിയായി. മിനിഞ്ഞാന്നൊക്കെ ആയപ്പോൾ പനിയായി. എനിക്കും പാച്ചുവിനും കേട്ടോ ശരിക്കും ആദ്യം വന്നത്. പാച്ചുവിന് വന്നു, പിന്നെ എനിക്ക് വന്നു. അങ്ങനെയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരായിരുന്നു ശരിക്കും പെട്ടുപോയവർ. ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ വർക്കിച്ചിൻ്റെ മാമോസിക്ക് പോയി വന്നതിന് ശേഷം ചാക്കോച്ചനും കുറച്ച് ഓക്കെ അല്ല. ഈ പറഞ്ഞ പോലെ വെയിലും എ സിയും കൂടെ ഒരുമിച്ചായപ്പോൾ കുട്ടിക്ക് പറ്റാണ്ടായി തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ ആദ്യമായിട്ടായിരിക്കും അവന് ഈ ചൂടത്തും ഒക്കെ ആയിട്ട് ഇറങ്ങുന്നത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവന് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ആകെ സൈലൻ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ ഈ പ്രാവശ്യം തൊട്ട്, അതായത് ഈ സമ്മർ ക്യാമ്പ് തൊട്ട് നമ്മുടെ ചാക്കോച്ചനെ ഡേ കെയറിൽ വിട്ട് തുടങ്ങണം എന്നാണ് ഞാൻ വിചാരിച്ചത്. കുറച്ച് പേര് പറഞ്ഞു 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ, കുറച്ചും കൂടെ കഴിയട്ടെ എന്ന്. അവനെ സംബന്ധിച്ച് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് പോണ കൂട്ടത്തിലാണ്. എന്താവുമെന്ന് എനിക്കറിയില്ല, ഞാൻ കൺഫേം ആക്കിയിട്ടില്ല. മാമിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആദ്യം 2-3 ദിവസം വന്ന് ഇരുത്തി നോക്ക്, ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഫർദർ കാര്യങ്ങൾ നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാനും ഈ പറയുന്ന പോലെ 2-3 ദിവസം ഇരുത്തി നോക്കി. ഈ ആഴ്ച തുടങ്ങുമ്പോൾ അവന് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ വെനസ്ഡേ അവന് വാക്സിനേഷൻ ഉണ്ട്. അപ്പം അത് കഴിയുമ്പോൾ എന്തായാലും ഒരു ചെറിയൊരു പനിയും ചുമയൊക്കെ വരും. അപ്പം അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് തൊട്ട് വിട്ടാലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവർക്ക് ഓപ്പൺ ഹൗസ് ഉണ്ടായിരുന്നു 29th. അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടും പ്രൗഡായിട്ടും. സംഭവം പ്രീ കെ ജിയിലാണെങ്കിലും നമ്മുടെ മക്കളെ പറ്റി നല്ലത് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഇഷ്ടമാവുമല്ലോ, ഏത് പാരൻസിനും ഇഷ്ടമാകും. അങ്ങനെ പോയി റീമോൾ മാമിനോട് ബൈ ബൈ ഒക്കെ പറഞ്ഞ് വന്നു. ശരിക്കും തോമുൻ്റെ അക്കാഡമിക് ഇയർ അവിടുത്തെ കഴിഞ്ഞു. പിന്നെ നമ്മൾ സമ്മർ ക്യാമ്പിൽ വിടുക എന്നേ ഉള്ളൂ. കാരണം 2 മാസം ഒരു ഗ്യാപ്പ് വന്നാൽ പിന്നെ മടിയാവും. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പെട്ടെന്ന് മടി വരുന്ന കൂട്ടത്തിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു സമ്മർ ക്യാമ്പിന് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അവനോട് ഞാൻ ഇപ്പോഴും വേറെ നമ്മൾ ഈ 2 മാസം ഫസ്റ്റ് സ്കൂളിൽ പോവുള്ളൂ, പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്കൂളിലേക്ക് പോവാന്ന് പറഞ്ഞാലും അവൻ സമ്മതിക്കണില്ല, വാഗോണ്ട് സമ്മതിക്കുന്നില്ല. എന്തായാലും അവൻ പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. അത് 100-150% ഉറപ്പാണ്. ഈ പറഞ്ഞ പോലെ പിള്ളേരുടെ സ്ട്രെങ്ത് അവിടെ കൂടുതലായിരിക്കും. അവനൊന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ 1 മാസമൊക്കെ എടുത്തെന്ന് വരും. പിന്നെ യൂണിഫോം, ബാഗ്, ഷൂസ് ഒക്കെ ആയിട്ട് വരുമ്പം എങ്ങനെയാവുന്ന ഒരു ഐഡിയ ഇല്ല. ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട്. ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ വിട്ട സമയത്തുണ്ടായിരുന്ന ടെൻഷൻ തന്നെയാണ്. പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി പോലും വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഭാവൻസിലെയും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി, ഓരോ മെസ്സേജുകളൊക്കെ വന്ന് തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു പൊക്കോട്ടെന്ന്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഇത് അവരുടെ ക്യാമ്പിൽ, മറ്റേ സമ്മർ ക്യാമ്പിലും അവനെ റീമോൾ മാം തന്നെയാണ് ഗൈഡ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ശരിക്കും മാമിൻ്റെ ഒരു ബാക്കി ടീച്ചേഴ്സ് പോരാന്നല്ല, എനിക്ക് കൂടുതലും അവൻ വേറൊരു മാം, 2-3 പേരുണ്ട് കേട്ടോ. അവൻ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ പാരൻസ്, മറ്റവരെ കണ്ടാൽ അവന് കോമഡി പോലെയാണ്, ഹായ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷെ 2-3 പേരെ കാണുമ്പോൾ അവന് കുറച്ച് റെസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു കുട്ടി സ്മൈലും ഒക്കെ കാണിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ ഏത് ക്ലാസ്സിലാണെങ്കിലും അവനെ ഒന്ന് പിടിച്ചോ എന്ന് പറയാൻ നമുക്ക് പറ്റും. ചിലർ ഭയങ്കര ഏജ് കുറവായിട്ടുള്ള അവരുടെ അടുത്ത് ഈ പിള്ളേർ താതായി തീറ്റ, പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കട്ടോ, അത് വേറെ കാര്യം. എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ സ്പേസ് ആയിട്ടും എനിക്ക് തോമുനെ ശരിക്കും ഒരു 10th വരെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ണും പൂട്ടി തോമുനെ അവിടെ നിർത്തിയാനെ. പക്ഷെ ഒരു 2nd സ്റ്റാൻഡേർഡ് ആകുമ്പോൾ മാറ്റാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് നമ്മുടെ എഡ്യൂക്കേഷനിൽ അതൊന്നും പോസിബിൾ. LKG നിന്ന് UKG മാറ്റുമ്പോൾ തന്നെ ഭയങ്കര ഫോർമാലിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെ, സാരമില്ല, ഇനി 12 വയസ്സ് വരെ എന്തായാലും അവിടെ സമ്മർ ക്യാമ്പിന് കൂടെ. അപ്പോൾ എല്ലാ സമ്മർ ക്യാമ്പിനും അങ്ങ് പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ചോദിക്കും ഡിവൈൻ വീട്ടിൽ പോണില്ലേ എന്ന് ചോദിക്കും. ഡിവൈൻ വീട്ടിൽ പൊക്കോളാം, ഡിവൈന് കുറച്ച് സമയം തരണം, ഡിവൈന് സൗകര്യമുള്ളപ്പോൾ ഡിവൈൻ പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചാക്കോച്ചനോട് പോയി തുടങ്ങിയ എനിക്ക് ഈ പറഞ്ഞ പോലെ ഡ്രൈവിങ്ങിന് പോകണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. ആഗ്രഹിക്കാമല്ലോ, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം. നടക്കുമോ എന്നുള്ളത് പിന്നത്തെ കാര്യം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഞാനിവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇല്ല. എന്നാലും ഒരു ചുമയും കുറയൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ നാളെ 1-ാം തീയതി ആയിട്ട് വീഡിയോ ഇടാതിരുന്നാൽ ഭയങ്കര മോശമായിപ്പോയി. ഈ മാസം മാർച്ച് ശരിക്കും ഡിമ്മാണ്. ഒന്നുമില്ല, ബിസിനസ്സും ഇല്ല, യൂട്യൂബും ഇല്ല. അങ്ങനെ സക്സസ്ഫുള്ളി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മടിയൊക്കെ മാറ്റി പിടിച്ച് ഏപ്രിലോട്ടൊന്ന് ഉഷാറാവണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് ശരിക്കും ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷം ആവുകയാണ്. ഡ്രീം കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓൺലൈൻ കൂട്ടായ്മ തുടങ്ങിയിട്ട് ഒരു 3 വർഷം ആവുകയാണ്.
അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണം. ഇനിയിപ്പം എന്താ പറയുക, കുറേ പേര് ചാക്കോച്ചനെയൊക്കെ നിങ്ങൾ മമ്മിയുടെ വീഡിയോയിൽ ഡെയിലി കാണുന്നതുകൊണ്ട് അത്ര വലിയ മിസ്സിങ് ഒന്നും കാണില്ല. എന്നെ ഈ പറഞ്ഞ പോലെ വർത്തമാനം ഒന്നും കേൾക്കില്ല, എന്നാലും മമ്മിയുടെ വീഡിയോസിൽ ഇങ്ങനെ മിന്നി മാഞ്ഞൊക്കെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറേ പേര് പറഞ്ഞു നിങ്ങൾ ഡിംപിളും ഡിവൈനും മമ്മീനെ കണ്ടുപിടിക്കുക ഡെയിലി വ്ളോഗ്സ് ഇടാൻ. എനിക്ക് എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ പിള്ളേർ എന്നൊരു കാര്യം വരുമ്പോൾ നമുക്കിതൊന്നും പിള്ളേർ നമ്മുടേതായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പം അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും സ്റ്റെപ്പ് ബാക്ക് ചെയ്യേണ്ടി വരുന്ന കൂട്ടത്തിൽ ഇതങ്ങ് പോകണമാണ് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവർക്കും ഇവിടുത്തെ വിശേഷങ്ങൾ ഞങ്ങളെക്കാളും കൂടുതൽ മമ്മിയുടെ വീഡിയോ വഴി അറിയുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷം. എന്നാലും വയ്യെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നുണ്ട്, ഇവൻ ഓക്കെ ആണോ, പനി കുറവുണ്ടോ, ചുമയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചാക്കോച്ചിന് കിട്ടാതെ നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെസ്സേജ് അയച്ചവർക്ക് ഒരുപാട് നന്ദി. അന്വേഷിച്ചവർക്കും കമൻസ് ആയിട്ട് ഇട്ടവർക്കും ഒക്കെ ഒരുപാട് നന്ദി. ഞാൻ നിങ്ങളൊരു സാധനം കാണിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ സ്കൂളിൽ നിന്ന് കിട്ടിയൊരു ഫയലാണ് കേട്ടോ. ഇപ്പം എല്ലാ സ്കൂളുകളിലും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പണ്ട് നമുക്ക് ഗ്രൂപ്പ് ഫോട്ടോ എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോ ഷീറ്റിൽ നമ്മൾ സാധാരണ ഫോട്ടോ കിട്ടണ ഒരു പേപ്പറിലാണ് ഫോട്ടോഷീറ്റിലാണ് തന്നുവിടുക. എനിക്ക് ഇവരുടെ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു സെറ്റപ്പ്. ഒരു ലൈഫ് ലോങ് അവർക്ക് ഇത് സൂക്ഷിച്ച് വെക്കാം. കണ്ട തോമുൻ്റെ ആണ് കേട്ടോ ഫസ്റ്റ് സ്കൂളിലെ. അല്ല നല്ല ഗാംഭീര്യത്തോടെ നിൽക്കുന്നില്ല നമ്മുടെ തോമുച്ചാട്ടൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിന്നോ ഫോട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഏതാന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ അവൻ്റെ റീമോൾ മാം പറഞ്ഞ അവന് നിൽക്കാണ്ട് പറ്റില്ലല്ലോ. പിന്നെ ഇതാണ് അവരുടെ കൃഷ്ണമൂർത്തി സാറും മാമും ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ സ്കൂളിലെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ഇവരുടെ ഗ്രൂപ്പ് ഫോട്ടോ. ഇതാണ് ഇവരുടെ റീമോൾ മാം. വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് റീമോൾ മാം. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഇത് മേരി മാമാണ് പ്രിൻസിപ്പള്. ഇത് എൻ്റെ ചേച്ചിയാണ് കേട്ടോ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സിലെ എല്ലാ പിള്ളേരെയും മാം ഒരുമിച്ച് കൊണ്ടുപോകണ പോലെ തന്നെയായിരിക്കും ആ ചേച്ചിയുടെ ഇവിടുത്തെ റോളെന്ന് പറയുന്നത്. ഇവർ ജാസ്മിൻ ഗ്രൂപ്പായിരുന്നു കേട്ടോ. ജാസ്മിൻ പ്രീ KG ക്ലാസ്സിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് കുറച്ച് പേരുണ്ട് കേട്ടോ. അയാൻ, ഇതാണ് കേട്ടോ അയാനുണ്ട്, ആൻ്റണി ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇതാണ് ഇവാന കേട്ടോ. ഇത് നമ്മുടെ തോമുക്കുട്ടൻ. ഈ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. പല്ലവി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അതെ, പല്ലവീനെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് മൈക്കാനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതെ മേരി മാം സച്ച് എ ലവ്വിങ് ലേഡിയാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഇവരെ മാത്രമല്ലേ അറിയുള്ളൂ. ആസ് എ പ്രിൻസിപ്പൾ ഷീ ഈസ് സച്ച് എ സ്വീറ്റ് ലേഡി എന്ന് ഞാൻ പറയും. റീമോൾ മാമിനെ എനിക്ക് പറയാൻ എന്താ പറയുക, വാക്കുകളില്ലാത്തൊരു വ്യക്തിയാണ്. ഞാനത് മാമിനോട് അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ മോന് ഒരു ഫസ്റ്റ് ടീച്ചർ എന്നതിലൊരു നല്ലൊരു ഗൈഡായിരുന്നു മാം. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായൊരു സംഭവമാണ് കേട്ടോ ഈ സംഭവം. മാമിൻ്റെ ഫാമിലി ആയാലും ഡോക്ടർ ഋഷി മട്ടി ഹസ്ബൻഡാണ് കേട്ടോ. ഭയങ്കര ലവബിൾ ആയിട്ടുള്ള ഒരു ആളായിട്ട് എനിക്ക് തോന്നി. മക്കൾ 3 പേരുണ്ട്. 3 ആൺപിള്ളേരാണ് മാമിനുള്ളത്. അപ്പോൾ ആ 3 പേരെ വളർത്തിയ എക്സ്പീരിയൻസ് എന്തായാലും ഈ പിള്ളേരിൽ ശരിക്കും മാമിനെ ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം തോമുനെ സംബന്ധിച്ച് ഇഷ്ടമില്ലെങ്കിൽ ആ വശത്തോട്ട് നോക്കില്ല. അതല്ല, മാമിനെ പേടിയാണ്, പക്ഷേ അവന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തോമുന് മാഗി ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലായിരുന്നു കേട്ടോ. അത് മാമിനോട് അവനെ പറഞ്ഞ് നമ്മളെ പാരൻസിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മുടെ അടുത്താണ് നമ്മുടെ മക്കൾ കുറേ നമ്പറുകൾ ഇറക്കുക. മാമിന് ശരിക്കും ആ ഒരു ക്രെഡിറ്റ് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കഴിഞ്ഞൊരു 3 to 4 months ആയിട്ട് തോമു നൂഡിൽസേ കഴിച്ചിട്ടില്ല. അതിന് പകരം ഞങ്ങൾ നൂലപ്പം കഴിച്ച് തകർക്കുകയാണ്. അപ്പം അവൻ തന്നെ പറയുന്നുണ്ട് ജങ്ക് ഫുഡാണ് അമ്മ, എനിക്ക് വേണ്ട. അതുപോലെ തന്നെ പെപ്സി അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. അപ്പം അതൊക്കെ അവൻ്റെ ലൈഫിൽ നിന്ന്, അതുപോലെ അവനെ ഡയപ്പർ ഫ്രീ ആക്കിയതും റീമോൾ മാമിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. മാം പറയുന്ന പല കാര്യങ്ങളും എന്നോട് വന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്നത് മോനെന്താ പഠിപ്പിക്കുകയാണോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല, അവനെ പഠിപ്പിച്ച കാര്യം അവൻ എന്നോട് വന്ന് പറയുമ്പോൾ, ഇപ്പം നിനക്ക് വെള്ളം വേണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഡു യു വോണ്ട് വാട്ടർ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവൻ പഠിച്ച കാര്യങ്ങൾ അവന് വേറൊരാളോട് പറയും. ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളാണോ ജോലിയായിട്ടും ഒക്കെ ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഭയങ്കര എല്ലാ ടീച്ചേഴ്സും പലതരത്തിൽ മിടുക്കരാണ്, അല്ലെന്നല്ല ഞാൻ പറയണത്.
പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് മാമിലൂടെ എനിക്കിത് മാറ്റാൻ പറ്റി. ഭയങ്കര ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് മാമിനോട്. ഈ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. സംഭവം നമ്മൾ ഓപ്പൺ ഹൗസിന് പോയെങ്കിലും എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു. ശരിക്കും ഒരു താങ്ക്സ് പറയണം. ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോയി. പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുന്ന ഒരാളുടെ മുന്നിൽ എനിക്ക് പെട്ടെന്ന് കരച്ചു വരുള്ളൂ കേട്ടോ. എൻ്റെ ഏതോ ഭാഗ്യത്തിന് അന്ന് ആദ്യമായിട്ട് ഡോൺ ചേട്ടൻ ഓപ്പൺ ഹൗസിന് വന്നിട്ടുണ്ടാവുന്നത്. പിന്നെ ഡിംപിളൊക്കെ വന്നപ്പോൾ എനിക്കെന്തോ ഞാൻ മിണ്ടിയില്ല. ഞാൻ ഞാൻ പറഞ്ഞു താങ്ക് യു പറഞ്ഞിട്ട് ഞാൻ വന്നു. പിന്നെ ആസ് എ ടീച്ചർ എനിക്ക് ഒരുപാട് ഇഷ്ടമായത്. അവനെ സംബന്ധിച്ച് അവൻ്റെ അക്കാഡമിക് ഇയർ അവിടെ കഴിഞ്ഞു. അവൻ വേറെ സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്തൊക്കെ വിട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവനെന്തോ ലൈഫിൽ അവന് കുറേ ബ്ലെസ്സിങ്സ് കിട്ടിയതിന് തുല്യമാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, അവനെ ആദ്യമായിട്ട് കൈ പിടിപ്പിച്ച് എഴുതിച്ച് റീമോൾ മാമാണ്. എനിക്കത് പറയുമ്പോൾ സങ്കടം വരും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. എന്ന് വെച്ച് വിഷമമെന്നല്ല കേട്ടോ, ഭയങ്കര സന്തോഷമാണ്. എന്നാലും ചില പോയിന്റിൽ നമുക്ക് പല കാര്യങ്ങളും വിഷമം വരും. ഇനിയിപ്പോൾ ദൈവത്തെ ഓർത്ത് ഇങ്ങനെ പറയുന്നത് ഡിവൈൻ വീഡിയോയിൽ വന്ന് കരയത് ആനന്ദാശ്രു ആണ് കേട്ടോ, ആനന്ദാശ്രു. അപ്പോൾ റീമോൾ മാമോ ഫസ്റ്റ് സ്കൂളിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് റീമോൾ മാമിനും മേരി മാമിനും കേട്ടോ. അത് നമ്മൾക്ക് പല കാരണങ്ങളും കാരണം ചിലപ്പം നമ്മൾ ലേറ്റ് ആയിട്ടാണ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടായിരിക്കും പോവുക. പക്ഷെ നമുക്കതൊരു സ്കൂളിൽ വിടാൻ തുടങ്ങിയപ്പോൾ റൊട്ടീൻ പഠിച്ചു. അങ്ങനെ കുറേ കാര്യം സ്കൂളിൽ വിടുന്നതും അവർ സ്കൂളിൽ പോയിട്ട് അവരുടെ ലാംഗ്വേജ്, അവരുടെ ബിഹേവിയർ, മാനേഴ്സും ഒക്കെ ഇപ്പോൾ അവർ ചെയ്യുന്നതിൻ്റെ ഒരു 90% കാര്യങ്ങളും അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. തോമുനെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ക്യാച്ച് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, അവനൊരു 2 വയസ്സ് അല്ലെങ്കിൽ ഒരു 1.25 വയസ്സ് തൊട്ട് ബ്ലിപ്പി കണ്ടതിൻ്റെ ഞാൻ എൻ്റെ മോൻ കാർട്ടൂൺ കണ്ട് ഇംഗ്ലീഷ് പഠിച്ചു എന്നല്ല, പക്ഷെ ആ ഒരു കാർട്ടൂൺ കണ്ടതിൻ്റെ ഭാഗമായിട്ട് അവൻ ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അവനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ആ ഒരു കാർട്ടൂൺ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പോഴും അവൻ കാണും. അപ്പം അവനെ സംബന്ധിച്ച് അവിടെ പോയിട്ട് അയ്യോ ഇംഗ്ലീഷ് ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്, എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. പക്ഷെ അവിടെ ചെന്നിട്ട് ഭയങ്കരമായിട്ട് മാറുന്ന കുട്ടികളും ഉണ്ട്. അവനെ സംബന്ധിച്ച് അവന് ഡബിൾ ഒരു പവർ അല്ലെങ്കിൽ ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു ബ്രെയിനിൽ വർക്ക് ചെയ്യാനുള്ളതൊക്കെ അവിടെ നിന്ന് കിട്ടി. അവിടെ ആയാലും ഇംഗ്ലീഷിലാണ് അവർക്ക് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇനി അവന് സ്കൂളിൽ പോകുമ്പോഴായാലും വലിയ ബുദ്ധിമുട്ടായി. ഈ പറഞ്ഞ പോലെ A to Z വരെ അവന് എഴുതാൻ അറിയാം. അവരെഴുതാൻ പഠിപ്പിച്ചു, 1 to 20 വരെ അറിയാം. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇനി മലയാളം ഹിന്ദി എന്നൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ പഠിക്കുക. എന്നാലും ഒരു ബേസിക് സ്ട്രക്ചർ അവനോട് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പം സമ്മർ ക്യാമ്പിനൊക്കെ പോയി വന്നിട്ട് ഇനി പുതിയ സ്കൂളിലേക്ക് പോകുമ്പോൾ അവന് എന്താവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ആകെയുള്ളൊരു സമാധാനം ഇവരായിരിക്കും ആദ്യം പോവുക, ഇവർ പിന്നെ ആയിരിക്കും പോവാൻ. പാച്ചു ഉണ്ടല്ലോ, പാച്ചു ഈ പ്രാവശ്യം pre-KG അപ്പോൾ പാച്ചുവും ചാക്കോച്ചനും ആയിരിക്കും മോസ്റ്റ്ലി ഒന്നിച്ച് പോവുക. അപ്പോൾ അങ്ങനെ അവൻ്റെ ഒരു വർഷം സ്കൂളിൽ കഴിഞ്ഞു. എന്തായാലും സമയം ഓടിപ്പോവാണ്. ഇപ്പോൾ ഫസ്റ്റ് സ്കൂൾ ബാംഗ്ലൂരിന് എൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ്. എൻ്റെ മോൻ്റെ ലൈഫിലൊരു തോന്നൊരു വർഷം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി ചാക്കോച്ചനായിരിക്കും ഒരു 2-3 വർഷം അങ്ങ് മേയാനുള്ളൊരു സ്ഥലമായിട്ട് മാറും കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു അമ്മയായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കുറേ പേര് ഫസ്റ്റ് സ്കൂളിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്കൂൾ വെസ്റ്റ് ഫോർട്ടിലും ഉണ്ട്, ഈസ്റ്റ് ഫോർട്ടിലും ഉണ്ട്. പിന്നെ ഗുരുവായൂർ എന്താണുള്ളതെന്ന് എനിക്ക് അത്ര ഇതറിയില്ല. എന്തായാലും കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, നിങ്ങളുടെ മക്കളെയൊക്കെ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. അഡ്മിഷൻസൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാണ് കേട്ടോ MD കപ്പിൾ. ഇവരാണ് MD കപ്പിൾ എന്ന് പറയുന്നത്. മിസ്റ്റർ കൃഷ്ണമൂർത്തി ആൻഡ് ഡോക്ടർ അർച്ചന കൃഷ്ണമൂർത്തി എന്ന് പറയുന്നത്. അയ്യോ എന്ത് സ്വീറ്റ് ആയിട്ടുള്ളൊരു ലേഡിയാണെന്നറിയോ. ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട്. സാറായാലും ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. പിള്ളേരുമായിട്ടൊക്കെ നമ്മൾ ആ പിള്ളേരുമായിട്ടുള്ള ഇടപെടൽ കാണുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും. അങ്ങനെ ഇതാണ് നമ്മുടെ തോമക്കുട്ടൻ്റെ ക്ലാസ് ജാസ്മിൻസ്. ഇവരാണ് pre-KGയിലെ ജാസ്മിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവരെയൊക്കെ എങ്ങനെ ഇരുത്തിയോ എന്തോ. അപ്പോൾ
ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാം എന്നൊരു ശുഭ പ്രതീക്ഷയോടെ എല്ലാവർക്കും നല്ലൊരു മന്ത് വിഷയാണ്. പറഞ്ഞ പോലെ നോയമ്പും കാര്യങ്ങളുമാണ്. ഈസ്റ്റർ എടുക്കാറായി. ഇനിയൊരു 20 ദിവസം കൂടെ ഉള്ളൂ, 19 ദിവസം കൂടെ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ വിശേഷങ്ങൾ. അപ്പം നാളെ പറ്റിയാൽ വീഡിയോ ആയിട്ട് വരാം, ഇല്ലെങ്കിൽ വരുന്ന ഏതെങ്കിലും ദിവസം നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.